അവലോസ് പൊടി ഉണ്ടാക്കുന്ന വിധം നോക്കാം. ഇതിനായി 2 വലിയ തേങ്ങ നന്നായി ചിരകി വെച്ചത്, അതിലേക്ക് 1 കിലോ അരിപ്പൊടി കുതിർത്ത് പൊടിച്ചത് 1 കിലോ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. പുട്ടിന് നനയ്ക്കുന്നത് പോലെ ഓരോന്നും നന്നായി മിക്സ് ചെയ്ത് വയ്ക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം നന്നായി അമക്കി വെച്ചിട്ട് 1 മണിക്കൂറിന് എങ്കിലും അത് മാറ്റി വയ്ക്കണം. ആ തേങ്ങയുടെ പാലെല്ലാം അരിപ്പൊടിയിൽ പിടിക്കുന്നതിന് വേണ്ടി കുറഞ്ഞത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി കട്ടയുണ്ടെങ്കിൽ ഒന്ന് കൈകൊണ്ട് തന്നെ പൊടിയാക്കിയതിന് ശേഷം ഒരു ഉരുളിയിലോ വറുക്കാനുള്ള വലിയ ചീനച്ചട്ടിയിലോ ഇട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പെട്ടെന്ന് പിടിക്കും. തേങ്ങ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. ഏകദേശം 1 മണിക്കൂർ എടുക്കും ഇത് വറുത്ത് വരാനായിട്ട്. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു കളറായി നന്നായി വറുത്ത് വരുന്നത് വരേക്കും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് ആറിക്കഴിയുമ്പോൾ ഒരു അരിപ്പയിൽ ഇത് അരിച്ചെടുക്കാം. ആ തേങ്ങയൊന്നും ഒക്കെ വലുതായി കിടക്കുന്നതുകൊണ്ട് നമുക്കത് ഒന്നുകൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അതിനായി എല്ലാ പൊടിയും ഒന്ന് അരിച്ചെടുക്കാം. പിന്നീട് ഈ തരിയെല്ലാം മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തത് വീണ്ടും ആ ഉരുളിക്കകത്ത് തന്നെ ഇട്ട് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കാം. വലിയ തരി ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാം നന്നായി വറുത്ത് കാണത്തില്ല. അതുകൊണ്ടാണ് ഒന്നുകൂടി കുറച്ച് നേരം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ചീത്തയാവാതെ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. അല്ല എങ്കിൽ ചിലപ്പോൾ കനച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഭക്ഷണമായിട്ടിത് ഉപയോഗിക്കാവുന്നതാണ്. അവലോസ് ഉണ്ട പിടിക്കാനും ചുരുട്ടുണ്ടാക്കാനും ഒക്കെ എളുപ്പത്തിൽ സാധിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.